വിവാഹേതര ബന്ധങ്ങൾ കുടുംബത്തെയും മനുഷ്യ മനസ്സിനെയും എങ്ങനെ സ്വാധീനിക്കുന്നു, എങ്ങനെ തകർക്കുന്നു? വിവാഹേതര ബന്ധങ്ങളിലേക്ക് കടക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകൾ അങ്ങനെ കടക്കാൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്താണ്? ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് മൈൻഡ് വാച്ച്. ഈ ഒരു അന്വേഷണത്തിൽ വ്യക്തിപരമായ അനുഭവങ്ങൾ നൽകിക്കൊണ്ട് വിവാഹേതര ബന്ധം കാരണം കുടുംബത്തിലെ പുരുഷന്മാർ അന്യ സ്ത്രീകളുമായി ബന്ധത്തിലേക്ക് അകപ്പെട്ട അവരുടെ 2 ഭാര്യമാർ, 2 വ്യക്തികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് മൈൻഡ് വാച്ചിന്റെ അനന്യം എന്ന സെഗ്മെന്റിൽ അവരുടെ ചിന്തകളും വികാരങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രസന്ന എത്ര വയസ്സിലാണ് കല്യാണം? 16 വയസ്സിൽ. 16 വയസ്സിൽ. നിങ്ങൾ രണ്ടുപേരും കുടുംബങ്ങൾ അംഗീകരിച്ചുകൊണ്ടായിരുന്നോ? അല്ല, ഞങ്ങള് രജിസ്റ്റർ മാരേജ് ആണ്. വീട്ടുകാരെ എതിർത്തുകൊണ്ട് ഞാൻ പുള്ളിക്കാരന്റെ കൂടെ കോളേജിൽ പോയ ടൈമില് ഇറങ്ങിപ്പോയതാണ്. ഈ പുള്ളിക്കാരന്റെ കൂടെ വന്ന കോളേജിൽ പഠിക്കായിരുന്നോ? അല്ല, പിന്നെ ഞങ്ങള് റിലേഷനാണ്. അങ്ങനെ വന്നും പോയും കണ്ടുള്ള പരിചയത്തിൽ അങ്ങ് സ്നേഹത്തിലായതാണ്. പിന്നെ പുള്ളിക്കാരന്റെ കൂടെ വന്ന് ഞാൻ 7 വർഷം വരെ എന്റെ വീട്ടുകാരുമായിട്ട് സഹകരിച്ചിട്ടില്ല. എന്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് പോലും എന്റെ സഹോദരങ്ങളെ ബന്ധുക്കളെ എന്നെ കാണാൻ അനുവദിച്ചിട്ടുമില്ല. വളരെ ഒരു ത്യാഗം പോലെയാണ് പ്രസന്ന അയാളുടെ കൂടെ പോയത്. കുടുംബാംഗങ്ങൾ ഇയാളെ ഉപേക്ഷിച്ചു. കുടുംബത്തിലെ പ്രധാന വൈകാരികമായി വല്ലാതെ മനസ്സിനെ സ്വാധീനിക്കുന്ന സന്ദർഭങ്ങൾ പോലും ഇയാൾക്ക് കൂടെ നിൽക്കാൻ പറ്റിയില്ല. 2 കുട്ടികളുടെ, മുതിർന്ന കുട്ടികളുടെ അമ്മുമ്മയുമായി. ഇവിടെ എവിടെ വെച്ചാണ് ഭർത്താവ് മറ്റു സ്ത്രീകളുടെ അന്വേഷണം തുടങ്ങുന്നത്? പുള്ളിക്കാരൻ അതൊരു വീക്ക്നെസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത് പ്രസന്റ് ഒരു വീക്ക്നെസ് അല്ല പുള്ളിയുടെ. എന്നെയും ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ജീവിതത്തിൽ എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് വഴിക്കും ഈ പ്രശ്നം ഉണ്ടാകുന്നോടം വരെ ഒരു വഴിക്ക് ഒരു കടയിൽ പോലും പോയിട്ടില്ല. പുള്ളിക്കാരന്റെ കൂടെ അല്ലാതെ ഞാൻ എങ്ങും പുറത്തു പോയിട്ടില്ല. വളരെ സ്നേഹനിധിയായ ഒരു മനുഷ്യനാണ്. പക്ഷെ പുള്ളിക്കാരൻ ഈ ഒരു അബദ്ധത്തിൽ അകപ്പെട്ടു പോയി. പക്ഷെ പുള്ളിക്കാരൻ രക്ഷപ്പെടണമെന്ന് പലവട്ടം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ 2 സ്ത്രീകള് വിടുന്നില്ല. ഈ പുള്ളിക്കാരിയുമായിട്ട് ഈ ബന്ധം അറിഞ്ഞു ഞങ്ങള്. ബന്ധം ഈ കുഞ്ഞിന് വേണ്ടി ഹോസ്പിറ്റൽ മരുന്ന് വാങ്ങിക്കാൻ വന്നു. വെമ്പായം ഹോമിയോ ഹോസ്പിറ്റൽ ഡിസ്പെൻസറി. അത് ഉള്ളിലോട്ട് ഇത്തിരി കയറിയിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. അങ്ങനെ വന്ന് ഭർത്താവും ഗൾഫിലാന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും പുള്ളിക്കാരനും അത് മുതലെടുത്തിട്ട് പിന്നെ ഇവര് തമ്മില് പലയിടത്തും പിന്നെ ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിക്കുന്നപ്പോ എന്റെ മക്കളും ഇദ്ദേഹത്തിന്റെ ശേഷകാരും ഒക്കെ ഞാൻ അറിയാതെ ഇവളെ പറഞ്ഞു വിലക്കാൻ വേണ്ടി, ഇവളുടെ നമ്പർ കിട്ടിയിട്ട് പറഞ്ഞു വിലക്കാൻ വേണ്ടി ഒത്തിരി പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചതുണ്ട്. ഇവളും മെസ്സേജ് അയക്കുമ്പം ഈ പല നമ്പറിൽ എന്റെ പുള്ളിക്കാരന്റെ സഹോദരിയുടെ മോന് കിട്ടിയിട്ടുണ്ട്, എന്റെ അനിയന്റെ ഭാര്യയ്ക്ക് കിട്ടിയിട്ടുണ്ട്, എന്റെ മോന് കിട്ടിയിട്ടുണ്ട്. ഇവള് എന്റെ ഭർത്താവിന് അയച്ച മെസ്സേജുകൾ നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അങ്ങനെ മെസ്സേജുകൾ കിട്ടിയിട്ട് എന്റെ അനിയന്റെ ഭാര്യ എന്റെ മക്കളും എല്ലാം അറിയുന്നില്ല. അവർ കഴിഞ്ഞ 82 ഫെബ്രുവരി ആറ്റോ പൊങ്കാലയുടെ അന്ന് 9 മിസ് കോളോടുകൂടി ഇവള് വിളിച്ച്. അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരൻ, എനിക്ക് സംശയം തോന്നി. ഞാൻ രാത്രി ഈ പുള്ളിക്കാരന്റെ ഫോൺ ഞാൻ എടുത്ത് വെച്ചിരുന്നു. അപ്പോഴാണ് നേരം നോക്കിയപ്പോൾ 9 മിസ് കോള്. ഞാൻ ഉടനെ അത് ബാത്റൂമിൽ കൊണ്ടുവച്ചത് ഓപ്പൺ ചെയ്തു. ഓൺ ചെയ്തപ്പോഴത്തേക്കിനും എപ്പോഴും കാണും എന്ത് വരാത്തെ. ഭർത്താവിന്റെ ഫോൺ ഞാൻ പിടിച്ചു വാങ്ങിയതുകൊണ്ട് പിന്നെ ഇവര് ലാൻഡ് ഫോണിൽ കൂടെ പുള്ളിക്കാരൻ അങ്ങോട്ട് വിളിച്ചതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പുള്ളിക്കാരന് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ചെന്നതും ഇവിടെ പ്രശ്നമായതും അറിഞ്ഞത്. എന്നിട്ട് അത് ലാൻഡ് ഫോണിൽ കൂടെ വീണ്ടും ഈ ബന്ധം തുടർന്നപ്പോൾ ഞാൻ അത് വനിതാ സെല്ല് SI CA മേഡമായ ലക്ഷ്മി മേഡത്തെ കൊണ്ട് അറിയിച്ചു. അവര് വിളിച്ചു, അവിടെ വെച്ച് എഴുതി വെച്ചു, ഇനി ഞങ്ങൾ തമ്മിൽ കാണത്തില്ല. അപ്പൊ CM മേഡം പറഞ്ഞു, ഇനി കണ്ടാൽ നിങ്ങൾ 2നെയും പിടിച്ച് അകത്താക്കുമെന്ന് പറഞ്ഞു. ഇല്ല, ഇനി കാണത്തില്ല എന്ന് പറഞ്ഞു. അതിനുശേഷവും ഇവര് ഫോൺ വിളികളായി. സംഗീത, ഇപ്പൊ കേസ് എങ്ങനെ നിൽക്കുന്നു? ഇപ്പം കേസ് അടുത്ത മാസം വേണ്ടെന്നുള്ള രീതിയിൽ ഞാൻ എല്ലാ രീതിയിലും എന്റെ ഭർത്താവിന് വേണ്ടാന്ന് തന്നെയാണ് പറയണത്. എന്നെ വേണ്ട. എന്നിട്ട് ഞാൻ 2 മക്കളെ കരുതി ഞാൻ പോവാൻ തയ്യാറായിട്ട് ആ സ്ത്രീനെ മാറ്റുന്നില്ല. ഞാൻ സഹകരിച്ച് ഞാൻ പോണം. ആ സ്ത്രീ അവിടെ നിൽക്കട്ടെ. എനിക്കത് പറ്റൂല. അത് ഒരിക്കലും എനിക്കെന്നല്ല ഒരു പെൺകുട്ടിയൊക്കെ അത് പറ്റൂല. ഒരു ഭർത്താവില്ല എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. എന്റെ കുട്ടികൾ നല്ല ഭാവിയിൽ വളരണമെങ്കിൽ ആ അച്ഛന്റെ മുമ്പിൽ എന്റെ കുട്ടികളായിട്ട് വളർത്താൻ പറ്റൂല. ഒരുപക്ഷെ ആ സ്ത്രീക്ക് വേണ്ടി എന്നെ എന്റെ മക്കളെ കൊന്നുകളയാനും മടിക്കത്തില്ല ആ വീട്ടുകാർ. ഇപ്പോഴുള്ള ഭർത്താവിന് എന്നെ വേണ്ടാന്ന് തന്നെയാണ്. പക്ഷെ ജഡ്ജി പറഞ്ഞതെങ്കിൽ വെച്ചാൽ അടുത്ത മാസം 5-ാം തീയതി ഒരു വീടെങ്കിലും എടുത്ത് നിങ്ങൾ താമസിക്കാൻ പറ്റൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ടേക്കാണ്. പക്ഷെ എനിക്ക് തിരിച്ചു വരണ കോളുകള് വേറെ അനിയത്തിമാരെ കൊണ്ടൊക്കെ വിളിപ്പിക്കുന്നത് വീടെടുക്കൂല, അവൾ ഉപേക്ഷിക്കൂല, എനിക്ക് ഇവളെ വേണ്ട എന്നുള്ള രീതിയാണ് പറയണത്.
പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എല്ലാം അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ് എന്നെ മെയ് 1 വിളിച്ചോണ്ട് വീട്ടിൽ വന്നതിന്റെ പിറ്റേ ദിവസം അന്ന് രാത്രി അവള് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഐ ലവ് യു. ഭർത്താവിനെ സ്നേഹത്തോടെ വിളിക്കുന്ന പാച്ചു എന്ന്, ഐ ലവ് യു പാച്ചു എന്നും പറഞ്ഞോണ്ട് മെസ്സേജ് അയച്ചു. ഞാൻ അത് ഈ ലക്ഷ്മി മേഡത്തെ കൊണ്ട് എടുപ്പിച്ചു. അല്ല, പേര് വേറെയാണ്, ചെല്ലപ്പേരിട്ട് അവരുടെ ആ സ്ത്രീ വിളിക്കുന്നത്. അത് ഞാൻ ഉടനെ ലക്ഷ്മി മേഡത്തെ കൊണ്ട് കാണിച്ച് സൈബർ സെല്ല് വഴി കോൾ ലിസ്റ്റ് എടുത്തപ്പോ ഇവള് തന്നെയാണ്. ഈ മെയ് 1 ഈ സ്ത്രീ അയച്ച മെസ്സേജ് കഴിഞ്ഞ് മെയ് 6 തീയതി മൊബൈൽ ഒരു മെസ്സേജ് കിടന്നു. അപ്പൊ പുള്ളിക്കാരൻ ഈ മൊബൈലുമായിട്ട് അത്ര ഒരു ഇതില്ല. അപ്പം പറഞ്ഞു ഇപ്പോഴെന്നെ അന്ന് പുള്ളിക്കാരന് ഡ്യൂട്ടിക്ക് പോകേണ്ട വീട്ടിലുണ്ട്. പുള്ളിക്കാരൻ ഈ ഹോസ്പിറ്റലിൽ 3 മണി വരെ വർക്കുള്ളൂ. അത് കഴിയുമ്പോൾ സ്വന്തം വണ്ടിയുണ്ട്, വണ്ടി ഓടാൻ പോകും. അപ്പോഴും മെസ്സേജിൽ എഴുതിയേക്കുന്നത് ഇപ്പോഴെന്നെ വിളിക്കേണ്ട 4 to 9 PM എന്ന്. പുള്ളിക്കാരൻ അങ്ങോട്ട്. അപ്പൊ ഇവര് തമ്മിൽ വീണ്ടും കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇങ്ങനെയുള്ള സ്ത്രീക്കെതിരെ ഞാൻ ഈ വനിതാ കമ്മീഷൻ, അപ്പൊ അവര് പറഞ്ഞ് അവര് CM മേഡം എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാറ് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടാകാവുന്ന രീതിയിൽ ഞങ്ങൾ അവരെ താക്കീത് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പൊ ഇവര് തമ്മിൽ പരസ്പരം നിർത്തിയെങ്കിലേ നിർത്താൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് സൗജന്യ നിയമസഹായം തരാം, അതുവഴി നിങ്ങൾ ഡൈവേഴ്സ് വാങ്ങി പോവാം. എന്റെ ചോദ്യം അതല്ല സാറേ, തെറ്റ് ചെയ്യാത്ത ഞങ്ങൾ ഡൈവേഴ്സ് വാങ്ങി പോവുകയും ഇങ്ങനെയുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാൻ അതെന്തോന്ന് നിയമം? ഇവർക്കെതിരെ ഒരു നിയമ നടപടി ഇല്ലേ? പ്രസന്നയോട് ഇയാൾക്ക് താല്പര്യവും സ്നേഹമൊക്കെ ആണോ? എന്നെ വലിയ കാര്യമാണ്. ഇപ്പോഴും ഒരു കൊച്ചു ഇപ്പോഴും എനിക്ക് ചെലവിന് തരുന്നുണ്ട്. അപ്പൊ അത്രയും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ഒരു കുറവ് വരുത്തുന്നില്ല. അതേസമയം അയാൾക്ക് മറ്റൊരു വ്യക്തിയോട് ചെറിയ വ്യക്തിബന്ധം എന്ന് വെച്ചാൽ ഫോണിൽ കൂടെയുള്ള ഇതേ ഉള്ളൂ. കാരണം അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രസന്നയ്ക്ക് എത്ര വലിയ പ്രശ്നമാവേണ്ട ആവശ്യമുണ്ടോ? ഒരു ഭാര്യയാണ് ഞാൻ കാണുക മറ്റൊരു സ്ത്രീയുടെ മെസ്സേജ് വരിക, ആ സ്ത്രീയെ ഫോൺ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ഒരു ഭാര്യമാരായിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ആ തരത്തിലുള്ള ഒരു സ്വഭാവമുള്ള ഒരു സ്ത്രീ ആയിരിക്കണം. പ്രസന്ന ഇനി എന്തുദ്ദേശിക്കുന്നു ഭാവിയിൽ? ഞാൻ 21 ചെറിയ പ്രായത്തിൽ എന്റെ ഭർത്താവിന്റെ കൂടെ, അന്ന് ഭർത്താവിന് 19 വയസ്സും എനിക്ക് 16 വയസ്സും, 29 വർഷം കൊണ്ട് ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ടെങ്കിലും എനിക്കും പുള്ളിക്കാരനെ മാനസികമായിട്ട് വിട്ടുപോകാൻ പറ്റത്തില്ല. 5 പൈസ പോലും എനിക്ക് ചെലവിന് തരിക, എന്റെ കുട്ടികളെ പോലും ഒന്ന് വിളിച്ച് സംസാരിക്കുക പോലും ചെയ്യുന്നില്ല. കോടതിയിൽ വെച്ച് ജഡ്ജി പറഞ്ഞാണ് എനിക്ക് പൈസ 3000 രൂപ എനിക്ക് തന്നത്. ചെലവിന് കൊടുക്കണം, കുട്ടികൾക്ക് കൊടുക്കാത്ത എന്തെന്ന് വഴക്ക് പറഞ്ഞപ്പോഴാണ് ആ ജഡ്ജിയുടെ മുമ്പ് വെച്ച് എനിക്ക് 3000 രൂപ തന്നത്. എന്റെ അടുത്ത് കാണിക്കേണ്ട സ്നേഹം, പക്ഷെ ആ കുട്ടികളുടെ അടുത്തെങ്കിലും അവരെ വീട്ടുകാർക്ക്, അല്ലെങ്കിൽ മകൻ തെറ്റ് ചെയ്യപ്പോ അത് മകനെ പറഞ്ഞ് തിരുത്താനുള്ള അമ്മ പോലും ഇന്ന് ആ മകന്റെ സൈഡ് ഇന്ന് ആ സ്ത്രീയായിട്ട് ആ വീട്ടിലുണ്ട്. പക്ഷെ എനിക്ക് വേണ്ടി തെളിവ് തരാനായിട്ട് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ആരുമില്ല. പോലീസിലെ കൊണ്ട് ഞാൻ പരാതി കൊടുത്ത് എപ്പോഴും അവളെ ഏറ്റെടുക്കാനേ ആൾക്കാരുള്ളൂ. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിന്റെ മറുഭാഗത്ത് നമ്മൾ കാണുന്ന വിതുമ്പുന്ന ഹൃദയങ്ങളും ആയി നിൽക്കുന്ന സ്ത്രീകളെയാണ്. സമർത്ഥരായ ചില മനുഷ്യർ മുന്നോട്ട് ജീവിതത്തിൽ നീങ്ങുന്ന അവസരത്തിൽ അബലകൾ എന്ന് പൊതുവായി പറയപ്പെടുന്ന, നിസ്വാർത്ഥമായി സ്നേഹിക്കുവാൻ ശ്രമിക്കുന്ന ചില മനുഷ്യർ തകർന്നു പോകുന്ന കാഴ്ചയും നമ്മളിവിടെ കാണുന്നു. എന്തായാലും നമ്മുടെ പല ചിന്തകൾക്കും ഒരു പുനർനിർവചനവും പുനർചിന്തനവും അനിവാര്യമായി തീരുന്ന ഈ ദുഃഖ അനുഭവങ്ങൾ കൂടി കേരള മനസ്സ് ഏറ്റുവാങ്ങട്ടെ. ഇതിൽ നിങ്ങളുടെ അനുഭവങ്ങൾ വളരെ ആത്മാർത്ഥമായി തുറന്ന് സംസാരിച്ചതിന് വളരെ നന്ദി. നമസ്കാരം.